ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യേണ്ടേ. അതേപോലെ ഇവിടെ അത്യാവശ്യം നല്ല പോലെ മഴ പെയ്തിട്ട് തോടും പാടമൊക്കെ ഒന്നായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ തോടേതാ പാടേതാന്ന് അറിയാത്ത കോലാണ്. പിന്നെ വാർത്തയിൽ നമ്മൾ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ച് പിടയും കേട്ടോ. കാരണം എല്ലാവരെയും പഠിച്ചോൻ കാക്കട്ടെ. അങ്ങനെ ഇതാ രാവിലത്തെ എണീറ്റ് വന്നപ്പോൾ തന്നെ നോക്കിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടത്. അത്യാവശ്യം നല്ല പോലെ തന്നെ വെള്ളം പൊന്തിയിട്ടുണ്ട്. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോൾ തലേന്നത്തെ കറി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തലേന്ന് കുറച്ച് ചോറുണ്ട് കേട്ടോ. അത് ഞാൻ നല്ല പോലെ കഴുകി എടുത്തിട്ട് വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കറി ചൂടാക്കിയപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ കുക്കറിൽ നമ്മൾ ചെറുപയർ ഉണ്ടാക്കുകയാണ്. ചെറുപയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കട്ടെ, ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിത്തിരി വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് ഇതാ ഞാനിത് കുക്കറിലൊന്ന് കൂക്കിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കറി തിളപ്പിച്ച ആ ഒരു കുക്കർ തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ കണ്ടിട്ട് എന്താ ഇതിങ്ങനെയെന്ന് ചോദിക്കരുത്. അങ്ങനെ ഇതാ ചായയിലെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് നേരെ കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടിയപ്പം നമ്മൾ രാവിലത്തെ കാലി ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ എന്താ പറയുക പൊതിക്കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ടാണ് രാവിലെ ചായ കുടിക്കുന്നത്. ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാലേ നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ കറി അവിടെ നല്ലപോലെ വിസിലടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പൊക്കെ ഒന്ന് തീ കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവൊക്കെ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കറണ്ട് പോവല്ലേന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ വേഗം അടിച്ച് വെച്ചത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടുപ്പത്ത് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്ടട ഉണ്ടാക്കുന്ന ചട്ടി. അത് നല്ലപോലെ ചൂടാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മാവ് അല്ലെങ്കിൽ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഓയിലും ചേർക്കട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും ചട്ടിയിൽ നിന്ന് നേരെ കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുടുവെള്ളം നല്ല പോലെ വെട്ടിത്തളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം അത് ചെയ്യാതെ തന്നെ നല്ല രീതിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ചട്ടി നല്ല പോലെ ചൂടായതിന് ശേഷം ഓരോ ബാറ്ററായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുമിള പോലെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അങ്ങനെ വരുമ്പോൾ മാത്രം നമ്മൾ അടിച്ച് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഓട്ടട നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം മൂടി വെച്ചു. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി കേട്ടോ. ഉള്ളൊക്കെ വെന്തോണോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചട്ടിയിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഹോൾസ് പോലെ ഇങ്ങനെ ഓട്ടടക്ക് വരും കേട്ടോ. അങ്ങനെ ഇത് ഓട്ടട ചട്ടിയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടൂല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ദിവസമായി നമ്മൾ ഓട്ടടയൊക്കെ ചുട്ടിട്ട് എന്തായാലും ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഓട്ടടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അടുത്ത തരായും കൂടി നമ്മൾ ചുട്ടെടുക്കുകയാണ്. ഈ ചുടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓട്ടട ചട്ടിയിൽ ചിലപ്പം വല്ല പൊടിയോ അല്ലെങ്കിൽ ഓട്ടടൻ്റെ ആ ഒരു പൊടിയും തരിയൊക്കെ ഉണ്ടാവും. അതൊന്ന് നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ അടുത്ത ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓട്ടട, ചെറുപയർ കറി, ചായ ഇതും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടട ചുട്ട് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുടിവെള്ളമാണ് കേട്ടോ. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഒരു ജഗ്ഗിൽ നിറച്ചു അങ്ങനെ പാർന്ന് വെക്കലാണ്. ഈ ഒരു വെള്ളം പാർന്നതിന് ശേഷമാണ് നമ്മൾ അരിയൊക്കെ കഴുകി ഈ ഒരു ഇതിലേക്ക് ഇടുക കേട്ടോ. അങ്ങനെ ആ വെള്ളം മാറ്റി വെച്ചു. പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പും അതുപോലെ ഗ്യാസ് അടുപ്പൊക്കെ അത്യാവശ്യം നല്ല പോലെ കച്ചറായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ അടിയിലായാലും അത്യാവശ്യം നല്ല പോലെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി ഐറ്റംസൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ട്രേയിലാണ് ഞാൻ നമ്മളെ പഞ്ചസാര അതുപോലെ മണി പ്ലാന്റിൻ്റെ ആ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കി വെച്ചു. അപ്പം നമ്മളെ കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈലൊന്നും ഇടാത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് പുതിയൊക്കെ പുര ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ടൈലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കണം. അങ്ങനെ
വെള്ളമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു ഭാഗത്തേക്ക് മാറ്റി. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി സിങ്കിലേക്ക്. ആഴ്ചയിലൊരിക്കൽ ഞാൻ ഡീപ്പായിട്ട് നമ്മളെ ഈ ഒരു കണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കും കേട്ടോ. എന്നും നമ്മൾ ക്ലീൻ ആക്കി പോകുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിലൊരിക്കലൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മളവിടെ വൃത്തിയായിക്കോളും. അങ്ങനെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കിടക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റും പായും പുതപ്പും എല്ലാം വിരിച്ചിട്ടാണ് കിടക്കുന്നത്. അതൊക്കെ ഒന്ന് വേഗം മടക്കി വെക്കാണ് കേട്ടോ. പിന്നെ ഇത് മടക്കി വെക്കലും അടിച്ചു വാരലും തുടക്കലും ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അവിടെ പോകട്ടോ. അടിച്ചു വാരുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒതുക്കി പൊറുക്കി വെച്ചാൽ തന്നെ നമുക്ക് അടിച്ചു വാരാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ വേഗം വന്നിട്ട് അടിച്ചു വാരാണ്. അപ്പോൾ നമ്മളെ പട്ടച്ചൂല് ഇതോട് കൂടിയിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി പട്ടച്ചൂല് കിട്ടുമല്ല അറിയില്ല. ഇനിയിപ്പോൾ സാധാ ചൂല് നമ്മളെല്ലാവരും വീട്ടിലടിച്ചു വരുന്ന പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അത് ലാസ്റ്റാണ് കേട്ടോ, കഴിയാനായിട്ടുമുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. അങ്ങനെ നമ്മൾ അടിച്ചായിരുന്നിടയിൽ ഇതുപോലെ മക്കളുടെ ടോയ്സ് ഇഷ്ടംമാതിരി കിട്ടുമല്ലോ. എനിക്കും എന്നും കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഒന്ന് മൊത്തത്തിൽ അടിച്ചു വാരിയതിന് ശേഷം എടുത്തിട്ട് വെക്കലാണ്. പിന്നെ ഞാൻ തുടക്കാൻ ഒരുങ്ങിയിട്ട് അപ്പോൾ എല്ലാ ഏരിയയും തുടക്കുന്നുണ്ട്. പിന്നെ തുടച്ചാലും ഭയങ്കര ഗതികേടാണ് കേട്ടോ. കാരണം നമ്മളെ വീട്ടിൽ മഴ പെയ്താൽ ഇതുപോലത്തെ കാവ്യ ആയതുകൊണ്ട് തന്നെ നിലത്തുനിന്ന് പൂല് പൊന്തും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വീണ്ടും നമ്മൾ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട്, നനവില്ലാത്ത കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് വീണ്ടും തുടക്കേണ്ടി വരും കേട്ടോ. പിന്നെ തുടക്കല്ലാതെ നിവർത്തിയില്ല. കാരണം കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും തുടച്ചെടുക്കൽ നിർബന്ധമാണ്. തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഞങ്ങളെ ബാക്കിൽ അത്യാവശ്യം നല്ല പോലെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഉറവെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വേഗം വന്നിട്ട് നമ്മൾ രാവിലത്തെ ചായക്കടി 10-11 മണിയായപ്പം വീണ്ടും കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.